നമോ ഭഗവതേ വാസുദേവായ. ദശകം 25 നരസിംഹാവതാരം. വൃത്തം ശാർദൂലവിക്രീഡിതം. ശ്ലോകം 1. സ്തംഭേ ഘട്ടയദോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ഒരിക്കൽ കൂടി. സ്തംഭേ ഘട്ടയദോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. സ്തംഭേ ഘട്ടയദോ ഹിരണ്യകശിപോ. തൂണിന്മേൽ പ്രഹരിച്ച ആ ഹിരണ്യകശിപുവിന്റെ കർണൗ സമാചൂർണയൻ, രണ്ടു കാതുകളെയും തവിടുപൊടിപ്പെടുത്തുന്നതായി, അഘൂർണത് ഇളകിമറയുന്ന, ജഗദണ്ഡകുണ്ഡ ജഗത് ആകുന്ന ബ്രഹ്മാണ്ടമാകുന്ന കുണ്ഡത്തിന്റെ, അതായത് ബ്രഹ്മാണ്ടമാകുന്ന മഹാപാത്രത്തിന്റെ, കുഹരോ കുഹരം അന്തർഭാഗത്തെ, ഘോര ഘോരമായ, തവാഭൂത് രവ അങ്ങയുടെ ഗർജന ശബ്ദം ഉണ്ടായി, ശ്രുത്വാ യം അതൊന്നിനെ കേട്ടിട്ടോ, കില ദൈത്യരാജഹൃദയേ ആ ദൈത്യരാജന്റെ ഹൃദയത്തിലാകട്ടെ, പൂർവം കഥാവ്യശ്രുതം മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, കമ്പകശ്ചന ഏതോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വിറയൽ, സംപപാത കലശലായി നിപതിച്ചു, ചലിതോ ചലിക്കുന്നവനായി ഇളകുന്നവനായി, അഭി അംബോജഭൂ വിഷ്ടരാത് ആ ബ്രഹ്മാവ് പോലും ഇരിപ്പിടത്തിൽ നിന്ന്. ശ്ലോകാർത്ഥം. ആ തൂണിന്മേൽ പ്രഹരിച്ച ഹിരണ്യകശിപുവിന്റെ കാതുകളെ പൊടിപ്പെടുത്തുന്നതും ബ്രഹ്മാണ്ട കടാഹത്തെ ആകെ ഇളക്കിമറിക്കുന്നതും മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്തതുമായ അങ്ങയുടെ ആ ഘോര ഗർജനാരാവം കേട്ടിട്ട് ഹിരണ്യകശിപുവിന് പറഞ്ഞറിയിക്കാൻ ആകാത്ത ഒരു വിറയൽ ഉണ്ടായി. ആ ഘോര ശബ്ദ പ്രകമ്പനത്താൽ സത്യലോകത്ത് ബ്രഹ്മാവ് പോലും തൻ്റെ പത്മസ്ഥാനത്ത് നിന്ന് ഒന്നിളകിപ്പോയി. ശ്ലോകം 2. ദൈത്യേദിക്ഷു വിസൃഷ്ടചക്ഷുഷിമഖ സംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാസമാദൃംഭതാഃ. ഓം നരസിംഹമൂർത്തയേ നമഃ. ദൈത്യേദിക്ഷു വിസൃഷ്ടചക്ഷുഷിമഖ സംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാസമാദൃംഭതാഃ. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി. ആ ദൈത്യൻ വിസൃഷ്ടമായ ചുറ്റിലേക്കും അയക്കപ്പെട്ട
നയനങ്ങളാൽ നാലുപാടും വീക്ഷിക്കേ. മഹാസംരംഭിണി മഹാകോപിഷ്ഠനായി. ദശകം 11 ശ്ലോകം 6 സംരംഭയോഗേന എന്ന പദം ശ്രദ്ധിക്കുക. സ്തംഭകഃ സ്തംഭത്തിൽ നിന്ന്, സംഭൂതം സംഭൂതനായി. ന മൃഗാത്മകം ന മനുജാകാരം, മൃഗാത്മകവും മനുഷ്യരൂപവുമല്ലാത്ത. വഭു ഹേ വിഭോ, ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശരീരം. കിങ്കിം ഭീഷണമേതത്, ഇതെന്ത് എന്ന ഭയങ്കരവും, അത്ഭുതം ഇതി ആശ്ചര്യകരവുമായ എന്ന്. ഉദ്ഭ്രാന്ത ചിത്തേ, അമ്പരന്ന ഹൃദയത്തോടെ. അസുരേ, ആ അസുരൻ. വിസ്ഫൂർജത്, പ്രകാശിച്ച് കൂർത്ത് എഴുന്നു നിൽക്കുന്ന. ധവള, വെളുത്ത. ഉഗ്രരോമ, ഭയാനക രോമങ്ങളോടെ. വികസത് വഷ്മ, വികസിച്ചിരിക്കുന്ന ശരീരത്തോടും. സമാജൃംഭത, വളരുവാൻ തുടങ്ങി. ശ്ലോകാർത്ഥം. ഹേ സർവവ്യാപിയായ ഗുരുവായൂരപ്പ, ക്രുദ്ധനും പരിഭ്രാന്തനുമായ ആ ദൈത്യൻ എല്ലാ ദിക്കുകളിലേക്കും കണ്ണയക്കവേ തീർത്തും മൃഗാകാരമോ മനുഷ്യാകാരമോ അല്ലാത്ത അങ്ങയുടെ രൂപം ആ സ്തംഭത്തിൽ നിന്ന് പുറത്തു വന്നു. ഭയങ്കരവും അത്ഭുതകരവുമായ ഇതെന്ത് എന്ന് ആ അസുരന്റെ ഹൃദയം അമ്പരക്കവേ നാലുപാടും പരന്നു പ്രകാശിക്കുന്ന കൂർത്തു വെളുത്ത രോമങ്ങളോടുകൂടി അവിടുത്തെ ശരീരം വളരുവാൻ തുടങ്ങി. ആ ഭീമമായ വപുസ് ആകാശവും ഭൂമിയും ഭേദിക്കും വണ്ണം വിപുലമായിരുന്നു. ശ്ലോകം 3. തപ്തസ്വർണസവർണഘോർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രതികുംഭിതാംബരമഖോ ജീയാത്തവേതം ബഭുഃ വ്യാപ്തവ്യാപ്തമകാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഖാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഖാ ദംഷ്ട്രായുഗോഡാമരം. തപ്തസ്വർണസവർണഘോർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രതികുംഭിതാംബരമഖോ ജീയാത്തവേതം ബഭുഃ വ്യാപ്തവ്യാപ്തമഖാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഖാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഖാ ദംഷ്ട്രായുഗോഡാമരം. തപ്ത സ്വർണ സവർണ, തപിപ്പിച്ച സ്വർണത്തിന്റെ നിറമുള്ള, ഊതിക്കാച്ചിയ തങ്ക നിറമുള്ള. ഗുർണദ്, ഉരുട്ടി മിഴിച്ച. അതിരൂക്ഷ അക്ഷം, അതിരൂക്ഷമായ അക്ഷികളോടെ, നയനങ്ങളോടെ. സടാകേസര, സടകളുടെയും കേസരങ്ങളുടെയും. പ്രോത്കമ്പ, പ്രാജ്വാലിതമായ കമ്പനത്താൽ, ഇളക്കത്താൽ. പ്രനികുംഭിത, അത്യധികം മറയ്ക്കപ്പെട്ട. അംബരം, അഹോ ആകാശത്തെ. അഹോ ആശ്ചര്യം. ജിയാദ്, ജയിച്ചരുളട്ടെ, ജയിക്കുമാറാകട്ടെ. തവേദം വപു, തവ പ്ലസ് ഇതം. തവേദം വപു, അങ്ങയുടെ ഈ വപുസ്. വ്യാപ്ത, തുറന്ന് വ്യാപ്തമായ, തുറന്ന് വിപുലമായ. മഹാദരീ സഖമുഖം, മഹാഗുഹയ്ക്ക് തുല്യമായ മുഖം ഉള്ളതും. ഖഡ്ഗോഗ്ര, ഖഡ്ഗം പോലെ, വാൾ പോലെ ഉഗ്രവും. വൽഗദ്, കറങ്ങുന്ന. മഹാജിഹ്വ, വൻനാക്ക്. നിർഗമ, പുറത്തേക്ക് വരുന്ന, ദൃശ്യമാനം, കാണപ്പെടുന്ന. സുമഹാ, വളരെ വലുതായ. ദംഷ്ട്രായുഗങ്ങളാൽ,
രണ്ട് ദംഷ്ട്രകളാൽ ഉഡ്ഡാമരം ഭീഷണവുമായ. ഇനി ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. കാച്ചിപ്പഴുപ്പിച്ച സ്വർണത്തിന്റെ നിറമുള്ള ചുറ്റിക്കറങ്ങുന്ന അതിരൂക്ഷമായ കണ്ണുകളോടും ആകാശത്തെ മറയ്ക്കുന്ന ഇളകുന്ന സടാക്കേസരങ്ങളോടും തുറന്ന് വ്യാപ്തമായ മഹാഗുഹയോട് സാദൃശ്യമുള്ള വായയോടും ഖഡ്ഗം പോലെ ഉഗ്രവും ചുഴറ്റുന്നതുമായ മഹാജിഹ്വ പുറത്തേക്ക് നീളുമ്പോൾ കാണപ്പെടുന്ന രണ്ട് ദംഷ്ട്രകളോടും കൂടി ഭയങ്കരവും ആശ്ചര്യകരവുമായ അങ്ങയുടെ ഈ വപുസ് വിജയിച്ചരുളുമാറാകട്ടെ. ശ്രീനാരസിംഹം ധരിച്ച ഭഗവാന്റെ അത്യുഗ്ര രൂപമാണ് ഇവിടെ വർണ്ണിച്ചത്. ഈ നാരസിംഹരൂപം സ്മരിക്കുന്നവരുടെ എല്ലാ ഭയവും അസ്തമിക്കാൻ കാരണമാകപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് അനുഗ്രഹിക്കണമേ. ശ്ലോകം 4. ഉത്സർപ്പദ്ബലിഭംഗഭീഷണകനോ ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം ബീവരദോഷദോദ്ഗതനഖ ക്രൂരാംശുദൂരോൽബണം വ്യോമോലംഘിഘനാഘനോപമഘന പ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവദക തന്നാരസിംഹം വപുഃ. ഒരിക്കൽ കൂടി. ഉത്സർപ്പദ്ബലിഭംഗഭീഷണകനു ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം ബീവരദോഷദോദ്ഗതനഖ ക്രൂരാംശുദൂരോൽബണം വ്യോമോലംഘിഘനാഘനോപമഘന പ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവദക തന്നാരസിംഹം വപുഃ. ഉത്സർപ്പദ് മേലോട്ട് വലിഞ്ഞ് ഇളകുന്ന, വലിഭംഗ മുഖത്തെ ചുളിവുകളാൽ, ഭീഷണഹനു ഭയാനകമായ കീഴ്ക്കവിളുകളോടുകൂടിയതും, ഹ്രസ്വ സവീയസ്തരഗ്രീവം ഹ്രസ്വവും സവീയസ്തരവുമായ തടിച്ച കഴുത്തോടും കൂടി, പീവര തടിച്ച, ദോഷത നൂറുകണക്കിന് കൈകളിൽ നിന്ന്, ഉദ്ഗത നഖ പുറത്തു വരുന്ന നഖങ്ങളുടെ, ക്രൂരാംശു ദൂരോൽബണം ക്രൂരമായ പ്രകാശത്താൽ അതിഭീകരവും, വ്യോമോല്ലംഘി വ്യോമത്തെ ഉല്ലംഘിച്ച് ആകാശത്തെ അതിലംഘിച്ചു നിൽക്കുന്നതും, ഘനാഘനോപമ ഘനമേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് സമാനവുമായ, ഘനപ്രധ്വാന ഘനമായ അട്ടഹാസത്തിൽ ഉച്ചത്തിലുള്ള അട്ടഹാസത്താൽ, നിർധാവിത ആട്ടിയോടിക്കപ്പെട്ട, സ്പർദ്ധാലൂപ്രകരം ശത്രു സമൂഹങ്ങളോടെ, നമാമി ഞാൻ നമിക്കുന്നു, ഭവത് തത്നാര സിംഹം വപു അങ്ങയുടെ ആ നാരസിംഹ വപുസ്സിനെ. ശ്ലോകാർത്ഥം. മേലോട്ട് ഇളകി ചലിക്കുന്ന മുഖച്ചുളിവുകളാൽ ഭീഷണമായ ഹനുക്കളോടുകൂടിയും ഹ്രസ്വവും തടിച്ചതുമായ കഴുത്തോടും തടിച്ച ശതബാഹുക്കളിലെ നീണ്ട നഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ക്രൂരാംശുക്കളാൽ ഭീകരവും ആകാശത്തെ അതിക്രമിക്കുന്നതും ഘനമേഘങ്ങളുടെ ഇടിമുഴക്കത്തോട് ഉപയോഗിക്കാവുന്ന ഭീകരഗർജനത്താൽ എതിരാളികളെ തുരത്തുന്നതുമായ അങ്ങയുടെ നാരസിംഹ വപുസ്സിനെ ഞാൻ നമിക്കുന്നു. ശ്ലോകം 5. നൂനം വിഷ്ണുരയം നിഹന്മ്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം മൃദുഭ്യാമമും വീരോ നിർഗളിതോദഖഡ്ഗഫലഗൗ
ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പുനരാപപാദഭുവന ഗ്രാസോദ്യതം ത്വാമകോ. ഒരിക്കൽ കൂടി. നൂനം വിഷ്ണുരയം നിഹന്മ്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പ്രദോഭ്യാമമും വീരോ നിർഗളിതോദഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവന ഗ്രാസോദ്യതം ത്വാമകോ. നൂനം വിഷ്ണുർ അയം, തീർച്ചയായും വിഷ്ണുവാണ് ഇവൻ. നിഹന്മി അമൂം, ഇവനെ ഞാൻ കൊല്ലും. ഇതി, ഇപ്രകാരം. ഭ്രാമ്യത് ഗദാഭീഷണം, ചുഴറ്റുന്ന ഗദയുമായി, ഭീഷണമായി, ഭയാനകമായി, ഗദ ചുഴറ്റിക്കൊണ്ട്, ദൈത്യേന്ദ്രം, അസുരരാജനെ, സമുപദ്രാവന്തം, ഓടി അണയുന്ന, അധൃത, ധരിച്ചു എന്ന് വെച്ചാൽ കടന്നു പിടിച്ചു. ധൂർഭ്യാം, രണ്ടു കൈകളെ കൊണ്ട്, പ്രദുഭ്യാം, തടിച്ച് വലിപ്പമുള്ള, അമൂം, അവനെ, വീരോ, വീരനായ ആ ഹിരണ്യകശിപുവിനെ, നിർഗളിതോ അധ, പിടിയിൽ നിന്ന് പിന്നെ നിർഗളിതനായി, അതായത് പുറത്തു വന്ന്, ഗഡ്ഗം, ഗഡ്ഗഫലകൗ, ആളും പരിചയും, ഗൃഹ്ണൻ, ഗൃസ്തമാക്കി, കൈകളിലെടുത്ത്, വിചിത്രശ്രമാൻ, വിചിത്രമായ അഭ്യാസങ്ങളെ കൊണ്ട്, വ്യാവൃണ്ണൻ, വ്യാവരണം ചെയ്ത്, അതായത് പ്രകടിപ്പിച്ചുകൊണ്ട്, പുനർ ആപപാത, പിന്നെ അപതിച്ചു, ചാടി വീണു, ഭുവന ഗ്രാസ്യോദ്യതം, ഭുവന ഗ്രാസ ഉദ്യതം, അതായത് ഭുവനത്തിനെ ഗ്രസിക്കാൻ ഉദ്യമിക്കുന്നതിനായി, ത്വാം അഹോ, അവിടേക്ക് നേരെ, ആശ്ചര്യം തന്നെ. ശ്ലോകാർത്ഥം. ഇവൻ വിഷ്ണു തന്നെയായിരിക്കണം, ഇവനെ ഞാൻ വധിക്കുന്നുണ്ട് എന്നു കരുതി ഭയാനകമായി ചുഴറ്റുന്ന ഗദയുമായി ഓടിയണയുന്ന ആ ദൈത്യരാജനെ, ഹേ ഭഗവാനെ, അങ്ങയുടെ തടിച്ച രണ്ടു കൈകളെ കൊണ്ട് കടന്നു പിടിച്ചു. വീരനായ ആ ഹിരണ്യകശിപു പിടിയിൽ നിന്ന് വിടുതൽ ചെയ്തു പുറത്തു വന്ന് വാളും പരിചയം എടുത്തുകൊണ്ട് വിചിത്രമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ നേർക്ക് ചാടി വീണു. ഇത് വളരെ ആശ്ചര്യം തന്നെ. ശ്ലോകം 6. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ദോരുയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ ഭക്ഷോ ഭുവി നിർബിന്ദന്നതിഗർഭ നിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഒരിക്കൽ കൂടി. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ദോരുയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ ഭക്ഷോ ഭുവി നിർബിന്ദന്നതിഗർഭ നിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം, ചുറ്റിക്കറങ്ങുന്നവനായ, നരസിംഹമൂർത്തിയായ ഭഗവാന് ചുറ്റും യുദ്ധോന്മുഖനായി കറങ്ങുന്ന. ദിദിജ അധമം, ദിദിയിൽ നിന്ന് ജനിച്ച അധമനെ, ആ ദൈത്യ അധമനെ,
പുനർ അഭി വീണ്ടും, പ്രോദ്ഗൃഹ്യ ഉയർത്തിപ്പിടിച്ചിട്ട്, ദോർഭ്യാം ഇരുകൈകളും കൊണ്ട്, ജവാദ് വേഗത്തിൽ, ദ്വാരേ അധ വാതുക്കൽ പടിവാതുക്കൽ വെച്ചിട്ട്, ഊരുയുഗേ ഊരുയുഗളം ഇരു തുടകളിലുമായി, നിബാധ്യ നിബന്ധിപ്പിച്ചിട്ട് പിടിച്ചു വെച്ചിട്ട്, നഗരാൻ നഖങ്ങളെ കൊണ്ട്, ഉദ്ഗായ അമർത്തി താഴ്ത്തി, വക്ഷോഭുവി വിശാലമായ വക്ഷസ്സിൽ, നിർഭിന്ദൻ ബിന്ദനം ചെയ്ത് അതായത് പിളർന്നുകൊണ്ട്, അതിഗർഭ അതീവ ഗർഭത്തിൽ നിന്ന്, നന്നേ ഉള്ളിൽ നിന്ന്, നിർഭരകള ധാരാളമായി നിർഗളിക്കുന്ന, രക്താംബു രക്തജലത്തെ, ബദ്ധോത്സവം അതീവ ഉത്സാഹത്തോടെ, പായം പായം കുടിച്ച് കുടിച്ച്, ഉദൈരയോ ബഹു വളരെ പുറപ്പെടുവിച്ചു, ജഗത് സംഹാരി ജഗത്തിനെ സംഹരിക്കാൻ കഴിയുന്ന, സിംഹാരവാൻ സിംഹനാദം സിംഹഗർജനം. ഈ ശ്ലോകാർത്ഥം: നരസിംഹമൂർത്തിയായ ഭഗവാന് ചുറ്റും യുദ്ധോന്മുഖനായി ചുറ്റിത്തിരിയുന്ന ആ ദൈത്യാധമനെ വീണ്ടും പെട്ടെന്ന് രണ്ടു കൈകൾ കൊണ്ട് പിടിച്ചുയർത്തി വാതിൽപ്പടിവാതുക്കൽ തൻ്റെ രണ്ടു തുടകളിലുമായി പതിപ്പിച്ച് നഖങ്ങളെ അമർത്തി താഴ്ത്തി ആ വക്ഷസ് പിളർന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് ധാരാളമായി നിർഗളിക്കുന്ന രക്താംബുവിനെ പാനം ചെയ്ത് ജഗൽ സംഹാരിയായ സിംഹാരവങ്ങളെ അങ്ങ് വളരെയേറെ പുറപ്പെടുവിച്ചു. ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് അതിവിപുലമായ വരങ്ങളാണ് നേടിയത്. അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടാകരുത്. ഉള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ, പകൽ സമയത്തോ രാത്രിയിലോ, പ്രജാപതികളുടെയോ മറ്റോ സൃഷ്ടികളാലോ, ആയുധങ്ങൾ കൊണ്ടോ, ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ, മനുഷ്യരാലോ മൃഗങ്ങളാലോ മരണം ഉണ്ടാകരുത്. പ്രാണനുള്ളവയാലോ പ്രാണൻ ഇല്ലാത്തവയാലോ, സുരന്മാർ അസുരന്മാർ സർപ്പങ്ങൾ എന്നിവയാലോ തനിക്ക് മരണം ഭവിക്കരുത്. എല്ലാ ദേഹിക്കുമേൽ ആധിപത്യം ഉണ്ടാകണം. തപോയോഗ പ്രഭാവങ്ങൾ അനശ്വരമായി ഉണ്ടായിരിക്കണം. ഇങ്ങനെ മരണം സംഭവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചുവരം ലഭ്യമാക്കി അവൻ അഹങ്കാരിയായി തീരുകയായിരുന്നു ആ ദൈത്യാധമൻ. അതിനാലാണ് വിഷ്ണു ഭഗവാൻ തന്നെ അവതാരമെടുത്ത് സന്ധ്യാസമയത്ത് പടിവാതുക്കൽ തുടയിൽ വെച്ച് വക്ഷസ് പിളർന്നെടുത്ത് അവനെ വധിച്ചത്. അങ്ങനെ ബ്രഹ്മ സൃഷ്ടിയല്ലാത്ത വിഷ്ണു ഭഗവാൻ രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാസമയത്ത് അകത്തും പുറത്തുമല്ലാത്ത ഉമ്മറപ്പടിവാതുക്കൽ വെച്ച് ആകാശത്തും ഭൂമിയിലുമല്ലാതെ ഭഗവാന്റെ തുടയിൽ വെച്ച് ആയുധം ഉപയോഗിക്കാതെ നഖക്ഷതങ്ങളാൽ അവനെ വധിച്ചു. ഈശ്വര ശക്തിയെ ഒരാൾക്കും ഉല്ലംഘിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന തത്വം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ശ്ലോകം 7. തിക്വാതം കഥമാശുരക്തലകരീ സിക്തോന്നമത്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഘാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാം ബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖജരം ജരാജരമഖോ ദുസ്താമബസ്താം ദധൗ. ഒരിക്കൽ കൂടി.
त्यक्त्वा तं कथमाशुरक्तलहरी सिक्तोन्नमत्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपडलीं चाघाद्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गजरं जराजरमखो दुस्तामवस्थं दधौ. തെക്ത്വാ തം ഹതമാശു, കൊല്ലപ്പെട്ട അവനെ ഉപേക്ഷിച്ച് വേഗത്തിൽ, രക്തലഹരി സിക്ത, രക്തലഹരിയിൽ നനഞ്ഞ, ഉന്നമത് വർഷ്മണി, ഉന്നതമായ ശരീരത്തോടുകൂടി, പ്രത്യുത്പത്യ, ഉയർന്നു ചാടി, കുതിച്ചു ചാടി, സമസ്ത ദൈത്യപടലീം, സകല ദൈത്യ സമൂഹങ്ങളെയും, ഛ ഖാദ്യമാനേ, കടിച്ച് ചവയ്ക്കവേ, ത്വയി അവിടുന്ന്, ഭ്രാമ്യത് ഭൂമി, ഭ്രമണം ചെയ്യുന്ന ഭൂമിയോടു കൂടിയതായും, വികമ്പിത അംബുദികുലം, ഇളയി മറിയുന്ന സമുദ്രത്തോടു കൂടിയതായും, വ്യാലോല ശൈലോത്കരം, ആടി ഇളകുന്ന ശൈലങ്ങളോടുകൂടിയതായും, പർവ്വതങ്ങളോട് കൂടിയതായും, പ്രോത്സർപ്പത് ഖചരം, ദൂരയ്ക്ക് ഉത്പതിപ്പിക്കപ്പെട്ട ജ്യോതിർഗോളങ്ങളോടുകൂടിയതായും, ചരാചരം അഹോ, സ്ഥാവര ജംഗമങ്ങളെല്ലാം ആശ്ചര്യമായി, ദുസ്താം അവസ്ഥാം ദധൗ, ദുസ്തമായ അവസ്ഥയെ പ്രാപിച്ചു, എല്ലാം നിലത്തെറ്റിയ അവസ്ഥയിലായി എന്നർത്ഥം. ശ്ലോകാർത്ഥം: കൊല്ലപ്പെട്ട ആ ഹിരണ്യകശിപുവിനെ ഉപേക്ഷിച്ച് രക്തലഹരിയിൽ നനഞ്ഞ് ഉന്നതമായ ശരീരത്തോടുകൂടി ഭഗവാനെ അങ്ങ് ദൈത്യഗണങ്ങളുടെ നേർക്ക് കുതിച്ചു ചാടി, അവരെ ചവച്ചരയ്ക്കവേ, ആശ്ചര്യം, ഭൂമി ചുഴന്നു കറങ്ങുന്നതായും, സമുദ്രങ്ങൾ ഇളകി മറിക്കപ്പെട്ടവയായും, പർവ്വതങ്ങൾ കുലുങ്ങി ആടുന്നവയായും, ആകാശത്തെ ജ്യോതിർഗോളങ്ങൾ ദൂരേക്ക് ഉത്പതിക്കപ്പെട്ടവയായും, ഈ സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്ത് ആകെ ദുസ്ഥിതിയെ പ്രാപിച്ചു. ശ്ലോകം 8. താവന്മാംസപപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാമധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവക സർവേ സർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തോഷത. ഒരിക്കൽ കൂടി. താവന്മാംസപപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാമധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവക സർവേ സർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തോഷത. താവൻ, ആ സന്ദർഭത്തിൽ, മാംസവഭ, മാംസവും കൊഴുപ്പും കൊണ്ട്, കരാളവപുഷം, ഭയാനകമായ അങ്ങയുടെ ശരീരം, ഘോരാന്ത്രമാലാധരം, ഘോരമായ കുടൽമാലകൾ ധരിച്ചും, ത്വാം അവിടുന്ന്, ആ നരസിംഹമൂർത്തി, മധ്യേ സഭം, സഭാമധ്യത്തിൽ, ഇദ്ദ രോഷമുഷിതം, വർദ്ധിച്ച കോപത്തോടെ, ഉദിതമായ രോഷത്തോടെ, ദുർവാര ഗുർവാരവം, അസഹ്യമായ ഗർജന രവത്തോടെ,
അഭേദ്യും ന ശശാഖ സമീപിക്കാൻ കഴിയാത്ത, ഖോ അഭിഭുവനേ ഭുവനത്തിൽ ആർക്കും തന്നെ, ദൂരെ സ്ഥിതാ ഭീരവ ഭീരുക്കളായി ദൂരെ മാറി നിന്നു, സർവേ സർവരും, ശർവ ശിവൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, വാസവമുഖ ഇന്ദ്രൻ തുടങ്ങിയ, പ്രത്യേകം അസ്തോഷത അങ്ങയെ പ്രത്യേകമായി വേറെ വേറെയായി സ്തുതിച്ചു. ശ്ലോകാർത്ഥം. ആ സമയത്ത് ദൈത്യന്മാരുടെ മാംസം, കൊഴുപ്പ്, ഘോരങ്ങളായ കുടൽമാലകൾ എന്നിവ ധരിച്ച് ഭയാനകമായ ശരീരത്തോടെ വർദ്ധിച്ച കോപത്തോടെ സഭാമധ്യത്തിൽ തത്സ്ഥിതനായി അരുളുന്ന, തടുക്കാനാകാത്ത വിധത്തിലുള്ള സിംഹഗർജനം മുഴക്കുന്ന അങ്ങയുടെ സമീപത്തേക്ക് അടുക്കാനാകാതെ സർവരും നിൽക്കെ ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവർ വെവ്വേറെ സ്തുതിഗീതങ്ങൾ അർപ്പിച്ചു. ശ്ലോകം 9. ഭൂയോഭ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായതഃ തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഒരിക്കൽ കൂടി. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായതഃ തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഭൂയോ അഭി എന്നിട്ടും, സ്തുതിഗീതങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടും, അക്ഷത രോഷധാംനി ഭവതി അടങ്ങാത്ത കോപത്തിന് ധാമമായി ഇരിക്കവേ അവിടുന്ന് ബ്രഹ്മാജ്ഞയ ബ്രഹ്മാവിന്റെ ആജ്ഞ അനുസരിച്ച് ബാലകേ പ്രഹ്ലാദേ ബാലനായ പ്രഹ്ലാദൻ പതയോ നപത്യ അപഭയേ ഭയം കൂടാതെ തൃക്കാൽക്കലിൽ നമസ്കരിച്ചപ്പോൾ കാരുണ്യഭാരാകുല കനത്ത കാരുണ്യ ഭാരത്തിന്റെ ആകുലതയോടെ ശാന്തസ്ത്വം അവിടുന്ന് ശാന്തനായി. കരം അസ്യ മൂർധ്നി സമതാ കരം അവന്റെ നെറുകയിൽ ചേർത്ത് വെച്ചിട്ട് സ്തോത്രൈ അത ഉദ്ഗായത സ്തോത്രങ്ങൾ പിന്നെ പാടി കീർത്തിക്കുന്നവനായ തസ്യ അവന്റെ അകാമ ദിയ അഭി കാമമൊന്നുമില്ലാത്ത മനസ്സുള്ളവനാണെങ്കിലും തേനിത വരം വരം അരുളി ലോകായ ച അനുഗ്രഹം ലോകത്തിന് അനുഗ്രഹവും നൽകി. ശ്ലോകാർത്ഥം. സ്തുതിക്കപ്പെട്ടിട്ട് പിന്നെയും ഹേ ഭഗവാനെ അവിടുന്ന് അടങ്ങാത്ത കോപത്തിന് ആശ്രയമായിരിക്കവേ ബ്രഹ്മാവിന്റെ ആജ്ഞ അനുസരിച്ച് ബാലനായ പ്രഹ്ലാദൻ ഭയമൊട്ടും കൂടാതെ തൃക്കാക്കൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ കനത്ത കാരുണ്യഭാരത്തിന്റെ ആകുലതയോടെ അവന്റെ നെറുകയിൽ കൈ ചേർത്തു വെച്ചു. പിന്നെ ഉറക്കെ സ്തോത്രങ്ങൾ പാടിക്കീർത്തിക്കുന്ന അവന് ആവശ്യമൊന്നുമില്ലായിരുന്നു എങ്കിലും വരവും ലോകത്തിന് ആകെ അനുഗ്രഹത്തെയും നൽകി. ശ്ലോകം 10. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ
തത്താദൃങ്നിഖിലോത്തരം പുനരഘോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഒരിക്കൽ കൂടി. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഘോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഏവം ഇങ്ങനെ നാടിത രൗദ്രചേഷ്ടിത അഭിനയിക്കപ്പെട്ട രൗദ്രചേഷ്ടകളോടുകൂടിയ വിഭോ ഹേ വിഭുവായ ഭഗവാനെ ശ്രീതാപനീയാഭിത ശ്രീ നാരസിംഹ താപനീയം എന്ന് ശ്രുത്യന്ത സ്ഫുടഗീത ഉപനിഷത്തിൽ സ്പഷ്ടമായി ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ള സർവമഹിമൻ സർവ മാഹാത്മ്യത്തോടുകൂടിയ അത്യന്ത ശുദ്ധാകൃതേ ശുദ്ധമായ ആകൃതിയോടുകൂടിയ തത്താദൃക് അത്തരത്തിൽ അനുപമനും നിഖിലോത്തരം സർവോത്കൃഷ്ടമായി പുനരഹു ആശ്ചര്യം പിന്നെ ത്വാം ലംഘയേത് ആരാണ് അങ്ങയെ അതിലംഘിക്കുക ആക്രമിക്കുക പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ പ്രഹ്ലാദപ്രിയനായ ഹേ ഗുരുവായൂരപ്പ സർവാമയാത് പാഹിമാം സർവ രോഗങ്ങളിൽ നിന്നും കാത്തരുളിയിടണമേ. ശ്ലോകാർത്ഥം. ഇപ്രകാരം നടനമായ രൗദ്ര ചേഷ്ടകളോടുകൂടിയവനും അത്യന്ത ശുദ്ധാകൃതനും നാരസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്ഫുടമായി ഗാനം ചെയ്തിട്ടുള്ള സകല മാഹാത്മ്യത്തോടുകൂടിയവനുമായ ഭഗവാനെ ഉത്കൃഷ്ടനും അനുപമനുമായ അങ്ങയെ ആർക്കാണ് പിന്നെ നിരോധിക്കുവാൻ കഴിയുക? ആശ്ചര്യം തന്നെ. പ്രഹ്ലാദപ്രിയനായ ഹേ ഗുരുവായൂരപ്പ സർവരോഗങ്ങളിൽ നിന്നും എന്നെ കാത്തരുളിയിടണമേ. അതിശക്തനും ദുഷ്ടാധമനുമായ ഹിരണ്യകശിപുവിൽ നിന്ന് ബാലനായ പ്രഹ്ലാദനെ എന്നും എപ്പോഴും സംരക്ഷിച്ചു പോന്ന ശ്രീ ഗുരുവായൂരപ്പന് എന്തു തന്നെ സാധ്യമല്ല? അങ്ങനെയുള്ള സർവ മാഹാത്മ്യമൂർത്തിയായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ എന്നെ സർവരോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന. ശ്രീ ഗുരുവായൂരപ്പ ശരണം.